കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴയിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലം കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്കൂൾ ക്യാമ്പസ് വെള്ളത്തിനടിയിലായി എന്ന വാർത്തയുണ്ട്. അതുപോലെ തന്നെ കൊല്ലം കോഴിക്കോട് ജില്ലയിലെ കൊല്ലത്താണ്. കൊല്ലം കുന്നിയോറ മലയിൽ വീണ്ടും മണ്ണിടിഞ്ഞു എന്ന വാർത്ത വരുന്നുണ്ട്. മണ്ണിടിച്ചിൽ തടയാനുള്ള പ്രവൃത്തികൾ അവിടെ നടക്കുന്നുവെന്നാണ് അറിയുന്നത്. കനത്ത മഴ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും നാളെ അവധിയായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് തത്സമയം ചേരുന്നു. രാഹുൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അവിടെ നിന്ന്? ഇന്ന് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി ബാധകമാണെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇനി മഴ വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം അതിശക്തമായ മഴയ്ക്കൊരു ശമനമുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് കോഴിക്കോട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലാണെങ്കിലും ഗ്രാമീണ മേഖലകളിലാണെങ്കിലും തീരപ്രദേശങ്ങളിലാണെങ്കിലും തുടരുന്നത്. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി ഉണ്ടായ മഴയെ തുടർന്നുണ്ടായ മഴക്കെടുതികളാണ് ജില്ലയിൽ ഇപ്പോഴും പ്രശ്നമായി തുടരുന്നത്. കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരുപക്ഷെ കക്കയമായേക്കാം. ഇന്നലെ രാത്രിയിലും ഇന്നുമായി കക്കയത്ത് 229 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. അതുകൂടാതെ കോഴിക്കോട് ജില്ലയിലെ മറ്റ് രണ്ടിടങ്ങളിൽ 100 മില്ലിമീറ്ററിന് മുകളിലാണ് മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം കോഴിക്കോട് താലൂക്കിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അതിൽ 4 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 36 കുടുംബങ്ങൾ ബന്ധു വീടുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിൽ 20-ലധികം വീടുകൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചെറുപുഴ, പൂനൂർ പുഴ ഉൾപ്പെടെയുള്ള പുഴകളിൽ ജലനിരപ്പും കാര്യമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. ഈ മഴയ്ക്കൊക്കെ അല്പം ശമനം വന്നതോടുകൂടി കോഴിക്കോട് ബീച്ചിലേക്കൊക്കെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. മഴക്കെടുതികളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ജില്ലയിൽ നിരവധി മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കൊയിലാണ്ടി കോടതി വളപ്പിൽ മരക്കമ്പ് പൊട്ടി വീണ് ചെറിയൊരു അപകടമുണ്ടായി. ഈ കെട്ടിടങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള കൊല്ലം കുന്നിയോറയിൽ മല ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഇവിടെ ബൈപ്പാസിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിടിച്ചിൽ തടയാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ നിരവധി വീടുകൾ ഇപ്പോൾ ഒരു പ്രശ്നത്തിന്റെ വക്കിൽ തന്നെയാണ്. അതോടൊപ്പം അല്പം മുമ്പ് പുറത്തു വന്ന മറ്റൊരു വാർത്ത, കോഴിക്കോട് കാവിലും പാറയിൽ ചീത്തപ്പാടെന്ന സ്ഥലത്ത് മിന്നൽ ചുഴലി ഉണ്ടായിട്ടുണ്ട്. അവിടെ 5 മണിയോട് കൂടിയായിരുന്നു ഈ മിന്നൽ ചുഴലി ഉണ്ടായത്. കാർഷിക വിളകളും 2 വീടുകളും നശിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല തൊട്ടിൽപ്പാലം നാഗമ്പാറ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി മലയോര മേഖലകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും കോഴിക്കോട് ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ടാണ്. അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിലെ മഴക്കെടുതിയിലേക്ക്